Good morning to all. Voice and screen okay ആണോ? Amika? Miss, okay. Okay. What happened to Anjita? Anjita ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ലല്ലോ. മോർണിംഗ് ക്ലാസ്സിലുണ്ട്. ഫസ്റ്റ് അവർ ഉണ്ടായിരുന്നല്ലോ. Okay, good morning. So let's start the class. Okay, the last classൽ നമ്മൾ functions ആണല്ലേ. PHP ൽ how you will define the functions. Okay, we have built-in functions and user-defined functions. Okay, so this was a syntax of function. That is a function keyword space function name. Okay, open close bracket. Inside that you can provide the parameters if any. Okay, and curly bracket open GR, and inside that you can write the codes that has to be executed.
This is the basic syntax of function. Okay. So then function arguments. What is arguments? Arguments is same as parameter. Okay, നിങ്ങൾ പാസ് ചെയ്യുന്ന ഡാറ്റേനെയാണ് നമ്മൾ arguments or parameter എന്ന് പറയാ. There are basically two types of parameter passing. It is passed by value and passed by reference. Okay, so default mechanism is passed by value. Okay, and there are two types of parameters, actual and formal parameter. Okay, the parameters inside the function call are known as actual parameter, and those inside the function definition are known as formal parameter. Okay, so this is the example, okay, of a function consisting of two parameters, passing two parameters. Okay, one is a string and another is a both are string, okay, representing name and year. Okay, so you will get the it will be passed in the function, and you can access those parameters using $fname and $year. Okay, now this is another example. Here PHP declares strict types equal to 1. It means that if you are providing a variable with the data type, okay, data type വെച്ച് പറയുവാണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടും ആ ഡാറ്റ ടൈപ്പ് ഫോളോ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ int x int y എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ ഷുഡ് ബി ഓഫ് ടൈപ്പ് ഓഫ് ടൈപ്പ് ഇൻഡിജർ ഇറ്റ് സെൽഫ്. ഓക്കെ, സ്ട്രിക്റ്റ് ആയിട്ടും ടൈപ്പ് ഫോളോ ചെയ്യണം എന്ന് പറയുന്നതിനാണ് ഈ സ്ട്രിക്റ്റ് ടൈപ്സ് ഈക്വൽ ടു 1 എന്നും പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പി എച്ച് പിയിൽ ഇറ്റ് ഇസ് നോട്ട് കമ്പൾസറി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇംപ്ലിസിറ്റ് കൺവേർഷനോ കാര്യങ്ങളോ പാടില്ല. സ്ട്രിക്റ്റ് ആയിട്ടും ഇറ്റ് ഷുഡ് ഫോളോ ദാറ്റ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, അതാണ് പി എച്ച് പി ഡിക്ലെയർ സ്ട്രിക്റ്റ് ടൈപ്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈനിന്റെ മീനിങ്. ഓക്കെ, എന്താണോ കൊടുത്തിട്ടുള്ള ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ദാറ്റ് വാരിയബിൾ ഷുഡ് ഫോളോ ദാറ്റ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, സോ ഇൻസൈഡ് ദാറ്റ് ഡോക്യുമെന്റ് അത് ഫസ്റ്റ് ആയിട്ട് വരണം. HTML-ന്റെ മുന്നേ ആയിട്ടാണ് നമ്മൾ ആ ഒരു ഡിക്ലറേഷൻ കൊടുക്കുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഡോക്യുമെന്റ് HTML എഴുതി, ദെൻ ഇൻസൈഡ് ദാറ്റ് PHP സ്ക്രിപ്റ്റ് യു ആർ ഗോയിങ് ടു റൈറ്റ് ദ ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ എന്താണ്? സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് ടു ഇൻഡിജർ വേരിയബിൾസ്, ഇൻറ്റ് $x, ഇൻറ്റ് $y എന്ന് പറഞ്ഞ രണ്ട് ഇൻഡിജർ ആണ്. എന്താണ്? $z ഈക്വൽ ടു x+y ആണ് ചെയ്യുന്നത്. ആൻഡ് യു ആർ ഗോയിങ് ടു റിട്ടേൺ ദറ്റ് വാല്യൂ. ഓക്കെ, സോ എന്താണ്, എങ്ങനെയാ കോൾ ചെയ്യുന്നത്? എക്കോ ഫസ്റ്റ് ഓഫ് ഓൾ 5 + 10 ഈക്വൽ ടു ഡോട്ട് സം ഓഫ് 5, 10. സം ഓഫ് 5, 10 മീൻസ് സം ഇസ് എ ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സ് 5, 10 ഡോട്ട് br. 5 + 10 ഈക്വൽ ടു എന്ത് ചെയ്യും? ഫംഗ്ഷനെ കോൾ ചെയ്യും, 5ഉം 10ഉം പാസ് ചെയ്യും, 15 റിസൾട്ട് ചെയ്യും. 5 + 10 15 റിട്ടേൺ ചെയ്യും. എവിടെ റിട്ടേൺ ചെയ്യുക? ഇവിടെ എവിടെയാണോ കോൾ ചെയ്തിട്ടുള്ളത് അവിടെയാണ് റിട്ടേൺ വരിക എപ്പോഴും. സോ എക്കോ ചെയ്യുമ്പം 5 + 10 ഈക്വൽ ടു എന്താണ്? 15 എന്നുള്ള ആൻസർ അവിടെ റീപ്ലേസ് ആവും. ഫംഗ്ഷൻ കോൾ പോവും, ഡെഫിനിഷനിലോട്ട് വർക്ക് ചെയ്യും. ഡെഫിനിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? റിട്ടേൺ ദാറ്റ് വാല്യൂ വിൽ ബി റീപ്ലേസ്ഡ് ഹിയർ. ഫംഗ്ഷൻ കോളിന് പകരം അവിടെ എന്തായിട്ടുണ്ടാവും? റിട്ടേൺഡ് വാല്യൂ റീപ്ലേസ് ചെയ്യും. സോ 5 + 10 ഈക്വൽ ടു 15 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. നെക്സ്റ്റ് 7 + 13 ഈക്വൽ ടു സം ഓഫ് കോൾ ചെയ്തു, ആൻഡ് ആൻസർ വിൽ ബി 20. Okay, then 2 + 4 ഈക്വൽ ടു 6. So this is the way of passing parameter. Okay, pass by value mechanism ആണ് ഇത്. Okay, next reference. We can also pass it by reference. Reference എന്ന പോയിന്റർ കോൺസെപ്റ്റ് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആംപേഴ്സെന്റ് കൊടുത്താൽ മതി. Okay, ആംപേഴ്സെന്റ് റെപ്രസെന്റ് റെഫറൻസ്. സോ ഹിയർ HTML PHP ഫംഗ്ഷൻ ഉണ്ട്. add 5 എന്നാണ് ഫംഗ്ഷന്റെ പേര്. ഇറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് എ പാരാമീറ്റർ $value. Okay, വാല്യൂ എന്നാണ് നെയിം. Okay, $value. Okay, then $value plus equal to 5. That is a shorthand. Okay, $value plus equal to 5 means ഇവിടെ വന്ന വാല്യൂ എന്താണോ that value should be added to 5 and the value should be updated. Okay, value plus equal to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ value equal to value plus 5 എന്നാണ്. Okay, it is a shorthand mechanism. Okay, അതാണ് അവിടെ ചെയ്യുന്നത്. ഇനി എന്താണ്? നം എന്ന് പറഞ്ഞിട്ട് 2 ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ ആഡ് 5 ഓഫ് $നം എന്ന് പാസ് ചെയ്യുമ്പോൾ 2 ആണ് പാസ് ആവുക. 2 വാല്യൂയിൽ കിട്ടും. അപ്പോൾ വാല്യൂ ഷുഡ് ബി അപ്ഡേറ്റഡ് ആസ് 2 + 5. ഓക്കെ, 2 + 5 ഒറിജിനൽ വാല്യൂന്റെ കണ്ടന്റും 5ഉം കൂടെ അപ്ഡേറ്റ് ചെയ്യുക, 7 കിട്ടും. ഓക്കെ, ദെൻ എക്കോ നം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എക്കോ നം എന്ന് പറയുമ്പോൾ എന്താണ്? നം ഈസ് അപ്ഡേറ്റഡ്. ഇവിടെ നം എന്തായിരുന്നു? 2 ആയിരുന്നു.
ഓക്കെ, ആ നമ്മാണ് നിങ്ങൾ ഇവിടെ പാസ് ചെയ്തത് വാല്യൂലേക്ക്, റെഫറൻസ് ആയിട്ടാണ് പോയത്. കാരണം ഇവിടെ ആംപേഴ്സെന്റ് ഉണ്ട്. ഓക്കെ, റെഫറൻസ് ആയിട്ടാണ് പോയത്. റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വർക്ക്സ് ഓൺ ഒറിജിനൽ കോപ്പി എന്നാണ് പറയുന്നത്. ഓക്കെ, പാസ് ബൈ വാല്യൂ ആണെങ്കിൽ ലോക്കൽ കോപ്പിന്റെ മുകളിലാണ് വർക്ക് ചെയ്യുക. അതായത് നിങ്ങൾ പാസ് ബൈ വാല്യൂന്റെ കേസിൽ നിങ്ങൾ ഇവിടെ എന്താണ് എക്കോ നം കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 2. ഓക്കെ, കാരണം 2 എന്നാണ് ഇവിടെ വാല്യൂ. നിങ്ങൾ 2 ഇവിടെ പാസ് ചെയ്തു, പാസ് ബൈ വാല്യൂ ആയിട്ടാണ് പാസ് ചെയ്തതെങ്കിൽ എന്താണ്, ദാറ്റ് ചേഞ്ച് വോണ്ട് ബി റിഫ്ലക്റ്റഡ്. ഇവിടെ നിങ്ങൾ കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 2 ഇറ്റ്സെൽഫ്. ബട്ട് ഇവിടെ റെഫറൻസ് ആയിട്ട് പോയത് കൊണ്ട് എന്താണ്, ഇറ്റ് വർക്ക്സ് ഓൺ ദ ഒറിജിനൽ. എന്ന് പറഞ്ഞതാണ് ഒറിജിനൽ, അതാണ് ഇവിടെ വാല്യൂ ആയിട്ട് കൊടുത്തത്. റെഫറൻസ് ചെയ്തേ ഉള്ളൂ. റെഫറൻസ് ചെയ്യാൻ മീൻസ് ഇറ്റ് ഇസ് എൻ ആലിയാസ്. ഓക്കെ, അപ്പോൾ നമ്മിനെ തന്നെ റെപ്രസെന്റ് ചെയ്യണത് തന്നെയാണ് വാല്യൂ. ഇറ്റ് ബോത്ത് റെപ്രസെന്റ്സ് ദ സെയിം വേരിയബിൾ. Okay, so if you are going to change the value change വന്നാലും it will be reflected in num itself. അതാണ് റെഫറൻസിന്റെ അഡ്വാൻറ്റേജ്. സോ എന്താണ്, നിങ്ങൾ എക്കോ നം ചെയ്യുമ്പം you will get the new result. Okay, this is the example for reference. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാസ് ചെയ്തത്, ഫംഗ്ഷനിൽ പാസ് ചെയ്തത് നം ആണ്, ബട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത് റെഫറൻസ് ആയിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സെയിം കോപ്പിയാണ്. ഓക്കെ, സെയിം വേരിയബിൾ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ജസ്റ്റ് നമ്മിന്റെ റെഫറൻസ് എന്ന് മാത്രമേ ഉള്ളൂ. So when you are going to update the value with 5, okay, 2 plus 5 equal to 7 ആക്കി കഴിഞ്ഞാൽ വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ സിൻസ് ഇറ്റ് ഈസ് റെഫറൻസ്, നം എന്ന് പറഞ്ഞതും 7 തന്നെയായിരിക്കും, റെഫറൻസ് ആയതുകൊണ്ട്. ഓക്കെ, ബിക്കോസ് ബോത്ത് റെപ്രസെന്റ് സെയിം ലൊക്കേഷൻ. അപ്പോൾ നമ്മും 7 ആയി. ഇനി പാസ് ബൈ വാല്യൂ ആണെങ്കിൽ എന്താവുള്ളൂ, വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിൾ 7 ആയിട്ടുണ്ടാവും, ബട്ട് നം വിൽ ബി ആസ് സച്ച് ഇറ്റ് വിൽ ബി 2. Okay, that is the difference between pass by value and pass by reference. Value always works with copy. Okay, local copy ന്റെ മുകളിലാണ് വർക്ക് ചെയ്യുക, ബട്ട് റെഫറൻസ് ഇൻ ദ കേസ് എന്താണ്, ഒറിജിനൽ ഡാറ്റന്റെ മുകളിൽ തന്നെയാണ് വർക്ക് ചെയ്യുക. ക്ലിയർ? സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ പാസിംഗ് ആർഗ്യുമെന്റ്സ് ബൈ റെഫറൻസ്. ക്ലിയർ ആണോ? Okay, next is scope and lifetime of variable. Okay, what is scope? Okay, normally നമുക്ക് ലോക്കൽ വേരിയബിൾ ആൻഡ് ഗ്ലോബൽ വേരിയബിൾ ഉണ്ട്. ഓക്കെ, വേരിയബിൾസ് ഇൻസൈഡ് ദ ഫംഗ്ഷന്റെ ഉള്ളിൽ വരുന്ന വേരിയബിൾസ് ലോക്കൽ ആയിരിക്കും. ഓക്കെ, ഫംഗ്ഷന്റെ ഔട്ട്സൈഡ് കൊടുക്കുന്നത് ഗ്ലോബൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ ഉള്ളിലുള്ള വേരിയബിൾസിന്റെ സ്കോപ്പ് എപ്പോഴും ലോക്കലാണ്. ഓക്കെ, അപ്പോൾ then there are global variable. ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, ഇനി ലൈഫ് ടൈം മീൻസ് ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ വേരിയബിൾ എക്സിസ്റ്റ് ഇൻ മെമ്മറി, അതാണ് ലൈഫ് ടൈം. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എവിടെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും സ്കോപ്പ്. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എത്ര ഡ്യൂറേഷൻ അവർ എക്സിസ്റ്റ് ചെയ്യുന്നു മെമ്മറിയിൽ. ഓക്കെ, ദാറ്റ് ഈസ് ലൈഫ് ടൈം. ഓക്കെ, ഇപ്പോൾ ഡിഫോൾട്ട് ലൈഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്, വേരിയബിൾ ഫസ്റ്റ് യൂസ് ചെയ്യണ മുതൽ അതിന്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ആവുന്നവരെയാണ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴാണോ ഒരു വേരിയബിൾ യൂസ് ചെയ്യണത് ആൻഡ് വെൻ ഇറ്റ് ടെർമിനേറ്റ്സ്, ആ ഒരു ഡ്യൂറേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോർമലി ലോക്കൽ വേരിയബിൾ ഉണ്ട്, ഗ്ലോബൽ വേരിയബിൾ ഉണ്ട്. ഓക്കെ, സോ അതുപോലെ വരുന്നതാണ് ഒരു സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ വേരിയബിൾ. ഓക്കെ, സ്റ്റാറ്റിക് വേരിയബിൾ ഉണ്ട്. സ്റ്റാറ്റിക് വേരിയബിൾ മീൻസ് ഇറ്റ് ഈസ് ഷെയർഡ് ബൈ ഓൾ ദ ഫംഗ്ഷൻ. ഓക്കെ, നമ്മളൊരു പ്രോഗ്രാമിൽ ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ഉണ്ടെങ്കിൽ ദാറ്റ് സ്റ്റാറ്റിക് വേരിയബിൾ വിൽ ബി ഷെയർഡ് ബൈ ഓൾ ദ അതർ ഫംഗ്ഷൻസ്. ഓക്കെ, കാരണം ഒറ്റൊരു മെമ്മറി ലൊക്കേഷൻ മാത്രമേ സ്റ്റാറ്റിക്കിന് ഉണ്ടാവുള്ളൂ, ആ ലൊക്കേഷൻ എല്ലാവരും ഷെയർ ചെയ്യും. ദാറ്റ് ഈസ് സ്റ്റാറ്റിക് വേരിയബിൾ. ഓക്കെ, സോ സ്റ്റാറ്റിക് വേരിയബിളിന്റെ ലൈഫ് ടൈം എങ്ങനെയാണ്, ഇറ്റ് ബിഗിൻസ് വെൻ ദ വേരിയബിൾ ഈസ് ഫസ്റ്റ് യൂസ്ഡ്. ഓക്കെ, ഏത് ഫംഗ്ഷനിലാണോ ഫസ്റ്റ് യൂസ് ചെയ്യണത് അവിടെ മുതൽ ആ സ്ക്രിപ്റ്റ് എൻഡ് ചെയ്യുന്നവരെയാണ് ലൈഫ് ടൈം സ്റ്റാറ്റിക് വേരിയബിളിന്റെ. ഓക്കെ, സ്റ്റാറ്റിക് വേരിയബിൾ മീൻസ് ഇറ്റ് വിൽ ബി ക്രിയേറ്റഡ് യൂസിങ് സ്റ്റാറ്റിക് കീവേഡ്. എന്താണ് അഡ്വാൻറ്റേജ്, മെമ്മറി ലെവലിൽ പറയുമ്പം നോർമലി ഇപ്പം ഒരു ഫംഗ്ഷനിൽ ഒരു വേരിയബിൾ ഉണ്ട് എ എന്ന് പറഞ്ഞിട്ട്, വേറൊരു ഫംഗ്ഷനിൽ another എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, ലോക്കൽ വേരിയബിൾസ് എത്ര വേണമെങ്കിൽ നമുക്ക് ഫംഗ്ഷൻസിൽ ക്രിയേറ്റ് ചെയ്യാം, അത് ഓരോ ലൊക്കേഷൻ ആയിട്ട് കിടക്കും. ബട്ട് സ്റ്റാറ്റിക് ആണെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് ഒരു വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വേരിയബിൾ വിൽ ബി ആക്സസ്ഡ് ബൈ ഓൾ അതർ ഫംഗ്ഷൻസ്. അത് ഒറ്റൊരു കോപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന്റെ മുകളിൽ ആർക്കും അപ്ഡേറ്റ് ചെയ്യാം. Okay, it will be a single memory location. Okay, so എന്താണ് സ്കോപ്പ് മീൻസ് നമുക്ക് where you are going to access that variable. Okay, it will be within the function or it will be throughout the program. Okay, that is scope. Lifetime means duration for which that variable exists. Okay, അതാണ്.
അപ്പോൾ ലൈഫ് ടൈം നോർമലി പറയുന്നത് എന്താണ്? ഫസ്റ്റ് എക്സിക്യൂഷൻ മുതൽ അതിന് ടെർമിനേഷൻ വരെയാണ് പറയുന്നത്. ലോക്കൽ വേരിയബിൾ ഉണ്ട് ഡിഫൈൻഡ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ ആൻഡ് ഗ്ലോബൽ വേരിയബിൾ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ. നോർമലി global variable is hidden by a local variable. ഓക്കെ, ഇപ്പൊ ഒരു ഗ്ലോബൽ വേരിയബിൾ ഉണ്ട് എ എന്ന് പറഞ്ഞിട്ട്, ലോക്കൽ വേരിയബിളും ഉണ്ട് എ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നോർമലി നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ഗ്ലോബൽ ആണ് നമുക്ക് കിട്ടുക, ലോക്കൽ വിൽ ബി ഹിഡൻ. ഓക്കെ, സോ ദെൻ ലൈഫ് ടൈം പറഞ്ഞു, സ്റ്റാറ്റിക് വേരിയബിൾ പറഞ്ഞു. അപ്പോൾ സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ജസ്റ്റ് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ ഫംഗ്ഷൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, പരം എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ പാസ് ചെയ്യുന്നു, അവിടെ സ്റ്റാറ്റിക് കൗണ്ട് എന്താണ്? 0 ആക്കി സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ യു ആർ ഗോയിങ് ടു ഇൻക്രിമെന്റ് ദാറ്റ് കൗണ്ട്. അപ്പോൾ കൗണ്ട് ഈസ് എ സ്റ്റാറ്റിക് വേരിയബിൾ ഇനീഷ്യലൈസ്ഡ് ടു 0. സ്റ്റാറ്റിക് വേരിയബിൾ എപ്പോഴും ഇനീഷ്യലൈസേഷൻ കൊടുത്തിരിക്കണം. ഓക്കെ, ഇനീഷ്യലൈസ്ഡ് ടു 0 ആണ്. ദെൻ കൗണ്ട് ഇൻക്രിമെന്റഡ്. ഓക്കെ, എന്താണ് പ്രിന്റ് ചെയ്യുന്നത്? ഡു ഇറ്റ് ഹാസ് നൗ ബീൻ കോൾഡ് എത്ര ടൈംസ്, അതായത് ഈ ഒരു ഫംഗ്ഷൻ എത്ര ടൈംസ് കോൾ ചെയ്തെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ എന്താ ചെയ്യുക? അതിനെ സ്റ്റാറ്റിക് ആക്കിയിട്ട് കൊടുക്കും. സ്റ്റാറ്റിക് ആക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ സ്റ്റാറ്റിക് കൊടുത്തില്ല, അപ്പോൾ ഓരോ പ്രാവശ്യം ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴും ദിസ് കൗണ്ട് വിൽ ബി സെറ്റ് ടു 0. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്, ഓക്കെ സ്റ്റാറ്റിക് അല്ല, ഒരു ലോക്കൽ വേരിയബിൾ ആയിട്ടാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഡു ഇറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തു എന്ന് അറിയണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ യു വിൽ പ്രൊവൈഡ് എ വേരിയബിൾ. ഓക്കെ, ഒരു കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കും, അത് 0 ആക്കി സെറ്റ് ചെയ്യും ആൻഡ് അത് ഇൻക്രിമെന്റ് ചെയ്യും. അതാണ് ലോജിക്. ബട്ട് അതൊരു ലോക്കൽ വേരിയബിൾ ആണെങ്കിൽ എന്താ സംഭവിക്കുക? വെൻ ആ ഒരു ഫംഗ്ഷൻ കോൾ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ദാറ്റ് വിൽ ബി സെറ്റ് ടു 0. എപ്പോഴും 0 ഇൻക്രിമെന്റ് ആവുകയുള്ളൂ. ബട്ട് സ്റ്റാറ്റിക് ആണെങ്കിൽ, സ്റ്റാറ്റിക് ആക്കിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ടൈം ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം ഇറ്റ് വിൽ ബി 0. ഓക്കെ, ദെൻ ഇറ്റ് ഇസ് ഇൻക്രിമെന്റഡ്. ഓക്കെ, പിന്നെ ആ ഇൻക്രിമെന്റ് ചെയ്തിട്ടുള്ള വാല്യൂ അവിടെ റീറ്റെയിൻ ചെയ്യും വേരിയബിൾ. ഇപ്പം ഫസ്റ്റ് ടൈം കോൾ ചെയ്യുമ്പോൾ അത് 1 ആയി, നെക്സ്റ്റ് ടൈം കോൾ ചെയ്യുമ്പോൾ എന്താണ്? പിന്നെയും ഈ ഫംഗ്ഷനിൽ കയറും. അപ്പോൾ ഈ ഒരു 0 എന്ന് പറഞ്ഞ അസൈൻമെന്റ് പിന്നെ ചെക്ക് ചെയ്യില്ല. ഓക്കെ, ഫസ്റ്റ് ടൈം മാത്രമേ ഈ അസൈൻമെന്റ് ചെക്ക് ചെയ്യുള്ളൂ. ഫർദർ ആയിട്ട് നിങ്ങൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ലൈൻ വിൽ ബി ഒമിറ്റഡ്. ഓക്കെ, ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് നോർമൽ വേരിയബിൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈം നിങ്ങൾ ഡു ഇറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം എന്താണ്? ഈ ഒരു ലൈൻ ചെക്ക് ചെയ്യും. ഓക്കെ, കൗണ്ട് വേരിയബിൾ ഇനീഷ്യലൈസ് 0. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ടൈം കോൾ വന്നു, സോ ഇറ്റ് ഈസ് ഇൻക്രിമെന്റഡ് ബൈ 1. സോ 1 ആൻസർ വന്നു, കൗണ്ടിന്റെ വാല്യൂ 1. ഇനി രണ്ടാമത് പിന്നെയും നിങ്ങൾ ഡു ഇറ്റ് വിളിക്കുവാണ്, ഓക്കെ ഡു ഇറ്റ് കോൾ ചെയ്യാണ്. സോ അറ്റ് ദാറ്റ് ടൈം ദിസ് ലൈൻ വിൽ നോട്ട് ബി കൺസിഡേർഡ്. ഓക്കെ, എന്ത് ചെയ്യും? കൗണ്ട് വിൽ ബി ഇൻക്രിമെന്റഡ് ടു 2. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഒരു കോൾ വന്നു, ദെൻ കൗണ്ട് വിൽ ബി ഇൻക്രിമെന്റഡ് ടു 3. അങ്ങനെ നിങ്ങൾക്ക് കൗണ്ട് എത്ര ടൈംസ് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു എന്നുള്ള കൗണ്ട് യു വിൽ ഗെറ്റ്. ഓക്കെ, അറ്റ് ഫസ്റ്റ് ഇനീഷ്യൽ ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈം മാത്രമേ എന്തുള്ളൂ? ഈ ഒരു ഇനീഷ്യലൈസേഷൻ കൺസിഡർ ചെയ്യുള്ളൂ. എന്നിട്ട് അവിടെയുള്ള വാല്യൂ, ഇൻക്രിമെന്റ് ആയിട്ടുള്ള വാല്യൂ എന്താണോ ദാറ്റ് വിൽ ബി റീറ്റെയിൻഡ് ഇൻ ദാറ്റ് വേരിയബിൾ. ഓക്കെ, അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യാം? ഈ കൗണ്ട് എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്യാം ഇഫ് ഇറ്റ് ഈസ് ഗ്ലോബലി ഡിക്ലെയർഡ്. ഓക്കെ, ഗ്ലോബലി ഡിക്ലെയർഡ്, ഇത് ലോക്കൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഗ്ലോബലി ഡിക്ലെയർഡ് ആണെങ്കിൽ, സ്റ്റാറ്റിക് ആണെങ്കിൽ അതർ ഫംഗ്ഷൻസിനും ആക്സസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് കൗണ്ട്. ഓക്കെ, കൗണ്ട് ഇനീഷ്യലൈസേഷൻ ചെക്ക്ഡ് ഓൺലി വൺസ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് എന്താണോ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നത് ആ കൗണ്ടിന്റെ മുകളിൽ, ദാറ്റ് വിൽ ബി റീറ്റെയിൻഡ്. ഓക്കെ, പ്രീവിയസ് വാല്യൂ വെച്ചിട്ട് തന്നെ അത് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ല നിങ്ങൾ കൗണ്ട് സ്റ്റാറ്റിക് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഈച്ച് ടൈം ഈ ഫംഗ്ഷനിൽ കയറുമ്പോൾ കൗണ്ട് ഈക്വൽ ടു 0 ആവും. Okay, so that is the difference between static and normal variable. Okay, clear ano? Clear? Ijaz, Sinan, Sahla, Sarang, Adarsh. Okay. Okay, so next is pattern matching. Okay, next topic is pattern. That is all about functions. Okay, parameter passing, arguments, pass by value, pass by reference, static concept. ഇത്രയാണ് ഫംഗ്ഷൻസിൽ പറയാനുള്ളത് ടെക്സ്റ്റിൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പാറ്റേൺ മാച്ചിങ്. പാറ്റേൺ മാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PHP പ്രൊവൈഡ്സ് സ്ട്രിംഗ് പാറ്റേൺ മാച്ചിങ്, ഒരു പാറ്റേണിനെ മാച്ച് ചെയ്യിപ്പിക്കുക. ഓക്കെ, നിങ്ങളിപ്പം ഫോം വാലിഡേഷൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ PHP ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു. വെൻ യു വാണ്ട് ടു സബ്മിറ്റ് ദാറ്റ് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ സെർവർ സൈഡിൽ എന്ത് ചെയ്യും?
PHP script always works at server side. അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ഫോമിനെ വെരിഫൈ ചെയ്യും, വാലിഡേറ്റ് ചെയ്യും, വെദർ ഓൾ ദ തിങ്സ് ഹാവ് എൻറ്റേർഡ് കറക്റ്റ്ലി. ഓക്കെ, മെയിൽ ഐ ഡി ഒക്കെ കറക്റ്റ് ഫോർമാറ്റ് ആണോ? ഓക്കെ, മെയിൽ ഐ ഡിന്റെ ഫോർമാറ്റ് എന്താണ്? നമുക്കൊരു യൂസർ നെയിം ഉണ്ടാവും, ഇറ്റ് ഷുഡ് ഫോളോഡ് ബൈ @ ആൻഡ് ഡൊമെയിൻ കൊടുത്തിരിക്കണം. ഓക്കെ, gmail.com or yahoo.com. ഓക്കെ, ആ ഒരു ഡൊമെയിൻ, ആ ഒരു സീക്വൻസ് കറക്റ്റ് ആണോ എന്ന് മാച്ച് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിനാണ് പാറ്റേൺ മാച്ചിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, നോർമലി ഫോം വാലിഡേഷൻ നമ്മളൊരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ അല്ലെങ്കിൽ അവരെ റെസ്പോണ്ട് ചെയ്യണം, ഇൻവാലിഡ് യൂസർ ആണ് അല്ലെ ഇൻവാലിഡ് മെയിൽ ഐ ഡി അങ്ങനെ പറഞ്ഞിട്ട് അവർ റെസ്പോണ്ട് ചെയ്യണം. സോ അതെങ്ങനെ അവർ ചെക്ക് ചെയ്യുക? യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് പാറ്റേൺ മാച്ചിങ്. ഓക്കെ, യു വിൽ ബി ഗിവൺ സം പാറ്റേൺ നിങ്ങൾക്ക് കൊടുക്കാം. ആ പാറ്റേണുമായിട്ട് മെയിൽ ഐ ഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. മാച്ച് ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി കറക്റ്റ് in invalid format. Okay, that is the case of pattern matching. Okay, just wait, power down ആയി. അപ്പോൾ pattern matching are of two types. Okay, POSIX and Pearl type regular expression. നമ്മൾ ഒരു റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് പാറ്റേൺ മാച്ചിങ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ പാറ്റേൺ മാച്ചിങ് ചെയ്യുന്നത് മെയിൻ അഡ്വാൻറ്റേജ് എവിടെയാണ് പറഞ്ഞത്? നമ്മുടെ ഒരു ഫോം സബ്മിഷൻ ഒക്കെ വരുമ്പോൾ മെയിൽ ഐ ഡി മാച്ച് ചെയ്യുക, അല്ലെ യൂസർ നെയിമിൽ നമ്മൾ റെസ്ട്രിക്ഷൻസ് കൊടുക്കും. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ഇത്ര ക്യാരക്ടേഴ്സേ പാടുള്ളൂ, ഫോൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. സോ അതൊക്കെ നിങ്ങൾക്ക് മാച്ച് ചെയ്യിപ്പിക്കാം. ഓക്കെ, യൂസിങ് സം റെഗുലർ എക്സ്പ്രഷൻ. ഓക്കെ, റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാം. സോ അത് തന്നെ POSIX ആൻഡ് പേൾ ടു ടൈപ്സ് ആയിട്ട് പറയുന്നുണ്ട്. POSIX ആൻഡ് പേൾ ടൈപ്പ് റെഗുലർ എക്സ്പ്രഷൻ. PHP supports both POSIX and Perl type regular expression. Okay, screen ipo share aave, just ഒന്ന് wait ചെയ്താൽ മതി. So actually a regular expression is a sequence of characters. Okay, regular expression എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a sequence of characters that forms a search pattern. Okay, നമുക്കൊരു സെർച്ച് ചെയ്യണം, ഒരു ടെക്സ്റ്റ് ഉണ്ട്, ആ ടെക്സ്റ്റിൽ സെർച്ച് ചെയ്യണം. ഓക്കെ, ഇപ്പൊ മെയിൽ ഐ ഡി എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ആണ്, ആ ഒരു ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ, എൻ്റർ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. അപ്പോൾ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. അതിൽ കുറച്ച് ക്യാരക്ടേഴ്സും കാര്യങ്ങളും അതിന്റെ കോമ്പിനേഷൻ പറയും. ആ ഒരു റെഗുലർ എക്സ്പ്രഷൻ ആണ് പാറ്റേൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാച്ച് ചെയ്യിപ്പിക്കാം, വെദർ ഇറ്റ് ഈസ് ഇൻ കറക്റ്റ് ഫോർമാറ്റ് ഓർ നോട്ട് എന്നുള്ളത് നമുക്ക് മാച്ച് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ സിംഗിൾ ക്യാരക്ടർ ഓർ ഇറ്റ് ക്യാൻ ബി എ മോർ കോംപ്ലിക്കേറ്റഡ് പാറ്റേൺ കൺസിസ്റ്റിംഗ് ഓഫ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഒന്നിക്കെ സിംഗിൾ ക്യാരക്ടർ ആവാം, അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് ഒരു URL എൻ്റർ ചെയ്യാൻ പറയുന്നു. URLന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആണ് അല്ലെ, എങ്ങനെ വേണം http:// അങ്ങനെയുള്ള പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എൻ്റർ ചെയ്ത URL അതേ ഫോർമാറ്റിലാണോ എന്നുള്ളത് നമുക്ക് വലിയൊരു റെഗുലർ എക്സ്പ്രഷൻ എഴുതിയിട്ട് നമുക്ക് മാച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ റെഗുലർ എക്സ്പ്രഷൻ എഴുതാൻ അറിയണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അതിന് കുറെ PHP യിൽ കുറെ നമുക്ക് എങ്ങനെയാണ് ഓരോ ക്യാരക്ടർ എന്താണ് റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഫോർമാറ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ആൽഫബറ്റ് റേഞ്ചിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതിനൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുക. റെഗുലർ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? PHP കോഡിൽ കൊടുക്കും. ഇഫ് നമ്മൾ മെയിൽ ഐ ഡി മാച്ചസ് ടു ദാറ്റ് പാറ്റേൺ ദെൻ വാലിഡ് ആണ്, അതർവൈസ് എൽസ് ഇൻവാലിഡ്. അങ്ങനെയാണ് നമ്മൾ കോഡ് എഴുതുക. ഓക്കെ, അപ്പോൾ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ PHP. ഓക്കെ, നമുക്ക് ഇതുപോലെ വാലിഡേഷൻ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പാറ്റേൺ മാച്ചിങ് ആണ് യൂസിങ് റെഗുലർ എക്സ്പ്രഷൻ. സോ റെഗുലർ എക്സ്പ്രഷൻ is a sequence of characters that is used for creating a pattern. Okay, using that pattern we'll search for the validity of the content. നമ്മൾ ഫോം ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ അതിലെ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ.
ഓക്കെ, അതുപോലെ നാളെ നിങ്ങൾക്ക് ഫസ്റ്റ് 2 hours, ഓക്കെ, സാറ്റർഡേ ഫസ്റ്റ് 2 hours സ്പെഷ്യൽ ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് 2 hours എൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ 2 hours അറ്റൻഡ് ചെയ്യുക. കാരണം മൺഡേ ആകുമ്പോഴേക്കും നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 hours ചെയ്യുക. പിന്നെ ഒരു 6th മോഡ്യൂളിൻ്റെ അസൈൻമെന്റ് ഉണ്ട്, അത് ഞാൻ ക്വിസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുക. അത് ജസ്റ്റ് മൺഡേ ആകുമ്പോഴേക്കും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക, PHPയുടെ. ഓക്കെ, ജസ്റ്റ് PPT തന്നെ നോക്കിയാൽ മതിയാവും. PPT ഒക്കെ ഒന്ന് നോക്കിയിട്ട് പഠിക്കുക. ജസ്റ്റ് ഒരു ക്വിസ്, അത് ഏത് ടൈമാന്നുള്ളത് ഞാൻ പിന്നെ അറിയിക്കാം. കാരണം മൺഡേത്തെ ടൈം ടേബിൾ എങ്ങനെയാണെന്ന് കൺഫേം ചെയ്തിട്ട് അറിയിക്കാം. ഇപ്പോൾ മൺഡേ ആകുമ്പോഴേക്ക് ജസ്റ്റ് ആ ക്വിസിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ 2 hours ഒരു ക്ലാസ് ഉണ്ടാവും, ഈ ഒരു മോഡ്യൂളിൻ്റെ ആണ്. സോ എല്ലാവരും അത് അറ്റൻഡ് ചെയ്യുക, ക്ലാസ് മിസ്സാക്കാതെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സ്ക്രീൻ ഓക്കെ ആണോ ചെക്ക് ചെയ്തേ? സ്ക്രീൻ ഓക്കെ ആണോ അനഘ? ഓക്കെ, so this is the regular expression. See, for example, this is the regular expression. ഒരു small example ആണ്. Okay, $exp equal to /w3 schools /i. Okay, എന്ന് വെച്ചാൽ it is ഈ സ്ലാഷ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഡീലിമിറ്റർ. ഓക്കെ, ഡീലിമിറ്റർ മീൻസ് ഒരു ബൗണ്ടറി പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്ലാഷ് സം കണ്ടന്റ് സ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദാറ്റ് ബൗണ്ടറി. അപ്പൊ എന്താണ് കണ്ടന്റ്? നമ്മളെ പാറ്റേൺ എന്ന് പറയുന്നത് W3 schools ആണ്. അപ്പൊ നമുക്ക് സെർച്ച് ചെയ്യേണ്ട പാറ്റേൺ W3 schools ആണ് /i. ഓക്കെ, /i ഇൻഡിക്കേറ്റ്സ് I ഈസ് എ മോഡിഫയർ, കേസ് ഇൻസെൻസിറ്റീവ്. ഓക്കെ, കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആണെങ്കിലും സ്മോൾ ആണെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ. അതാണ് കേസ് ഇൻസെൻസിറ്റീവ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്? W3 നമ്മളൊരു കണ്ടന്റ്, ഒരു ടെക്സ്റ്റ് നമ്മളെ കയ്യിലുണ്ട്. ആ ടെക്സ്റ്റില് W3 schools എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയത്. എങ്ങനെ എഴുതുക? സം വേരിയബിൾ ഈക്വൽ ടു /W3 schools / എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദാറ്റ് റേഞ്ച് W3 school. അപ്പോൾ എന്താ, W3 school ആണ് നമ്മുടെ പാറ്റേൺ. ആൻഡ് അത് എങ്ങനെ സെർച്ച് ചെയ്യണം? കേസ് ഇൻസെൻസിറ്റീവ് ആയിട്ട് സെർച്ച് ചെയ്യണം. ദാറ്റ് ഈസ് വെദർ ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഓർ സ്മോൾ, ഇറ്റ് ഡസന്റ് മാറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സ്മോൾ റെഗുലർ എക്സ്പ്രഷന്റെ എക്സാമ്പിൾ. അപ്പൊ നമുക്ക് പോസിക്സും പേൾ രണ്ട് ടൈപ്പ് റെഗുലർ എക്സ്പ്രഷൻസ് ഉണ്ട്. ഓക്കെ, പോസിക്സും പേളും ഉണ്ട്. അപ്പൊ രണ്ടും PHP സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേൾ ടൈപ്പും ഉണ്ട്. പേൾ ഇസ് അനദർ ലാംഗ്വേജ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഓക്കെ, സോ അതുപോലെ റെഗുലർ എക്സ്പ്രഷന്റെ മുകളിൽ നമുക്ക് കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഹാവ് ഡിഫറെന്റ് ഫംഗ്ഷൻസ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് പ്രഗ് മാച്ച് ഓൾ, പ്രഗ് റീപ്ലേസ് ആൻഡ് സ്പ്ലിറ്റ്. ഓക്കെ, ബേസിക് ആയിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് പ്രഗ് മാച്ച് എന്ന് പറഞ്ഞതാണ് നമ്മുടെ കയ്യിൽ ഒരു പാറ്റേൺ ഉണ്ട്. ഓക്കെ, ആ പാറ്റേൺ നമ്മുടെ ടെക്സ്റ്റുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇറ്റ് വിൽ റിട്ടേൺ 1, അതർവൈസ് 0. ഓക്കെ, പാറ്റേൺ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ദാറ്റ് ഈസ് പ്രഗ് മാച്ച്. ഓക്കെ, പ്രഗ് മാച്ച് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ W3 schools ആണ് പാറ്റേൺ. അപ്പൊ അത് എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്തു? ഓക്കെ, നമ്മുടെ ടെക്സ്റ്റില് W3 schools എന്നുള്ളത് എത്ര ടൈംസ് കണ്ടു? ഓക്കെ, നമ്പർ ഓഫ് ടൈംസ് ദ പാറ്റേൺ ഇസ് ഫൗണ്ട്, അതാണ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇഫ് ദാറ്റ് പാറ്റേൺ ഇസ് നോട്ട് ഫൗണ്ട് ഇറ്റ് വിൽ ബി 0. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ്, ജസ്റ്റ് ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ 1 റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ 0. ഇവിടെ മാച്ച് ഓൾ മീൻസ് റിട്ടേൺസ് ദ നമ്പർ ഓഫ് ടൈംസ് ദ പാറ്റേൺ ഇസ് ഫൗണ്ട്. നമ്പർ ഓഫ് ടൈംസ് ആണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അതർവൈസ് ഇറ്റ് വിൽ ബി 0. ഇനി പ്രഗ് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടേൺസ് എ ന്യൂ സ്ട്രിംഗ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു W3 school എന്നുള്ള പാറ്റേൺ ആണ് മാച്ച് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ മാച്ചിന് ഒക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം, വേറൊരു സ്ട്രിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ടെക്സ്റ്റില് 3 പ്രാവശ്യം W3 school ഉണ്ട് ആ ടെക്സ്റ്റിൽ. അങ്ങനെയാണെങ്കിൽ ആ 3 പൊസിഷൻസിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അനദർ സ്ട്രിംഗ് ഇൻസേർട്ട് ചെയ്യാം. മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഇൻസേർട്ട് അനദർ സ്ട്രിംഗ്. അതാണ് പ്രഗ് റീപ്ലേസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ
യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ്. അതുപോലെ പ്രഗ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ടു സ്പ്ലിറ്റ് ദ ഇൻപുട്ട്. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സ്പ്ലിറ്റിംഗ് കൊടുക്കാം. അപ്പൊ സ്പ്ലിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും ഒരു സ്ട്രിംഗ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു എറേ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കൂ. PHP കോഡില് $IP ഈക്വൽ ടു ഒരു IP എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, ഒരു IP അഡ്രസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ IP അഡ്രസ്സിനെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, ഡോട്ട് വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ സ്പെഷ്യൽ ക്യാരക്ടർ ആയിട്ട് ഡോട്ട് ആണ് ഉള്ളത്. സോ ഡോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാന്ന് വെച്ചാല്, ഓക്കെ, ഡോട്ട് ഒരു വേറൊരു വേരിയബിൾ കൊടുത്തു, IPARR ഈക്വൽ ടു പ്രഗ് സ്പ്ലിറ്റ് ഓഫ് എന്താണ്, നിങ്ങൾ അതിൽ എന്ത് പറയണം, ഏതിനെ ബേസ് ചെയ്തിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്ത് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് സ്പ്ലിറ്റ് കൊടുക്കേണ്ടത്, കൊമ വിച്ച് സ്ട്രിംഗ് ഹാസ് ടു ബി സ്പ്ലിറ്റ്. ഓക്കെ, അതാണ് രണ്ട് പാരാമീറ്റർ വരിക. ഓക്കെ, ഒന്ന് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, ദെൻ വിച്ച് കണ്ടന്റ് ഹാസ് ടു ബി സ്പ്ലിറ്റ്. ഏത് കണ്ടന്റാ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, IP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഉണ്ട്, ഇറ്റ് ഹോൾഡ്സ് ആൻ എറേ. ഓക്കെ, അതാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ബേസ്ഡ് ഓൺ ഡോട്ട് എങ്ങനെയാ കൊടുക്കുക, നമ്മൾ ആദ്യം ഡീലിമിറ്റർ കൊടുത്തു. സ്ലാഷ് കാണിക്കുന്നത് സ്റ്റാർട്ടിങ്ങിലും എന്തെങ്കിലും സ്ലാഷ് കാണിക്കുന്നത് ഡീലിമിറ്റർ ആണ്. ഓക്കെ, ഇനി ഡോട്ട് എന്ന് പറഞ്ഞ ക്യാരക്ടർ വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, അതാണ് റെഗുലർ എക്സ്പ്രഷൻ. അപ്പൊ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി വെറുതെ ഡോട്ട് അവിടെ കൊടുക്കാൻ പറ്റില്ല, അതിന് മുന്നേ നമ്മൾ സ്ലാഷ് കൊടുക്കണം. ഓക്കെ, സിംഗിൾ ഡോട്ട് കൊടുക്കുമ്പോൾ ഇറ്റ് ഗിവ്സ് അനദർ മീനിങ് ഇൻ റെഗുലർ എക്സ്പ്രഷൻ. അതുകൊണ്ട് നമ്മൾ അവിടെ സ്ലാഷ്, ഓക്കെ, ബാക്ക് സ്ലാഷ് ഡോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ IP എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ ഡോട്ട് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഡോട്ട് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക, 1 2 3 എന്ന് പറയുന്നത് ഒരു കണ്ടന്റ്, 4 5 6 അനദർ കണ്ടന്റ്, 7 8 9 അനദർ കണ്ടന്റ്, ഓക്കെ, 0 0 അനദർ കണ്ടന്റ്. ഓക്കെ, അതാണ് പ്രഗ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്പ്ലിറ്റ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, ബേസ്ഡ് ഓൺ വാട്ട് യു ഹാവ് ടു സ്പ്ലിറ്റ്, കൊമ വിച്ച് കണ്ടന്റ് ഹാസ് ടു ബി സ്പ്ലിറ്റ്, അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആ സ്പ്ലിറ്റ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് ഒരു എറേ ആയിട്ട് കിടക്കും. ഇവിടെ IPARR എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുക, 1 2 4 സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, 3 ഡോട്ട്സ് ഉണ്ട്, 4 കണ്ടന്റ്സ് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. സോ IPARR ഓഫ് 0 1 2 3 ഡിസ്പ്ലേ ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ആസ് 123 456 789 ആൻഡ് 000. കാരണം ഫുൾ കണ്ടന്റിന് ഡോട്ട് വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡോട്ടിൽ അവിടെ കട്ട് വരും. ഓക്കെ, ഓരോ ഡോട്ട് കാണുമ്പോഴും അവിടെ ഒരു കട്ട് വരും. ഓക്കെ, അപ്പൊ 123 ഒരു കട്ട്, 456 789 ആൻഡ് 000. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺ മാച്ചിങ് ചെയ്യുന്നത്. പാറ്റേൺ മാച്ചിങ് ഇപ്പൊ ഇവിടെ എങ്ങനെയാ ചെയ്തത്, ഇവിടെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തത്. സ്പ്ലിറ്റ് ഫംഗ്ഷനിൽ എങ്ങനെയാ മാച്ച് ചെയ്തത്, IP എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ ഡോട്ട് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ അവിടെ എന്ത് ചെയ്തു, നമ്മൾ ഒരു റെഗുലർ എക്സ്പ്രഷൻ കൊടുത്തു. ആ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഓർ എ സിംഗിൾ ക്യാരക്ടർ. എങ്ങനെ വേണമെങ്കിലും റെഗുലർ എക്സ്പ്രഷൻ ഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സിംഗിൾ ആയിട്ടേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ നമ്മളവിടെ ഡീലിമിറ്ററിന്റെ കൂടെ ഡോട്ട് വന്നതുകൊണ്ട് അതിനെ നമ്മൾ സ്ലാഷ് ഡോട്ട് വെച്ചിട്ടാണ് കൊടുക്കുക. ഓക്കെ, റെഗുലർ എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് കവേർഡ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, റൂൾസും കാര്യങ്ങളൊന്നും കവർ ചെയ്തിട്ടില്ല. സോ ജസ്റ്റ് 1 or 2 എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പ്രഗ് സ്പ്ലിറ്റ് ആണ് ചെയ്തത്, ഡോട്ടിനെ ബേസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പ്ലിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് PHP കോഡിൽ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ സെർവർ സൈഡിൽ നിന്ന് ക്ലയന്റ് ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഫോം സെർവറിലോട്ട് പോകും. സെർവറിൽ എന്ത് ചെയ്യും, PHP കോഡ് റൺ ചെയ്യും, സ്ക്രിപ്റ്റ് റൺ ചെയ്യും. ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ഫോമിനെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, സെർവർ എന്ത് ചെയ്യും, ആ ഡാറ്റ ഫോം കംപ്ലീറ്റ് ആണെങ്കിൽ ദാറ്റ് ഡാറ്റ വിൽ ബി സേവ്ഡ് ഇൻ ദ ഡാറ്റാബേസ്. സെർവർ സൈഡിലെ ഡാറ്റാബേസിൽ സേവ് ചെയ്യും. ആൻഡ് ഇപ്പൊ ഒരു എക്സാം രജിസ്ട്രേഷൻ ഫോം ഒക്കെ ആണെങ്കിൽ ദ ക്ലയന്റിന് എന്ത് ചെയ്യും, യുവർ രജിസ്റ്റർ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ ജനറേറ്റ് ഫംഗ്ഷൻ കൊടുക്കും. ഓക്കെ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതാണ്, നിങ്ങളുടെ പാസ്വേഡ് ഇതാണ്, റാൻഡം പാസ്വേഡ്. ഓക്കെ, അത് രണ്ടും ഓട്ടോ ജനറേറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ട് അത് എന്ത് ചെയ്യും, ക്ലയന്റിന് ഇഷ്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വിൽ സേവ് ദാറ്റ് രജിസ്റ്റർ നമ്പർ ആൻഡ് പാസ്വേഡ് ഫോർ ദ ഫർദർ വെരിഫിക്കേഷൻ. നമ്മളത് സേവ് ചെയ്ത് വെക്കും. സോ അതൊക്കെ ചെയ്യുന്നത് എന്താണ്, സെർവർ സൈഡിൽ ഒരു സ്ക്രിപ്റ്റിംഗ് ആയിരിക്കും, PHP സ്ക്രിപ്റ്റ് ആയിരിക്കും. നോർമലി PHP സ്ക്രിപ്റ്റ് ആണ് സെർവർ സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഫോം വാലിഡേഷൻ ചെയ്യും, ഫോംസ് ഡാറ്റാബേസിലോട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഓട്ടോ ജനറേറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫീൽഡും കൊടുക്കും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ പ്രഗ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഇൻ റെഗുലർ എക്സ്പ്രഷൻ. അപ്പൊ ഇവിടെ ഡോട്ട് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതപ്പോൾ നമുക്കൊരു കുറെ ഫീൽഡ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ഇറ്റ് വിൽ ബി സേവ്ഡ് ആസ് എൻ എറേ.
ആ എറയിൽ നിങ്ങൾക്ക് കണ്ടന്റ്സ് 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം. ഐദർ ഇൻ ഫോർ ലൂപ്പിലും കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെയും കൊടുക്കാം. ക്ലിയർ? പ്ലഗ് സ്പ്ലിറ്റ് ക്ലിയർ ആണോ? വേഗം മെസ്സേജ് ചെയ്തേ. ക്ലിയർ ആണോ? നഫ, അനഘ, മസ്ന, അദ്വൈത്, അജ്മൽ. അഭിനവ്, അഖിൽ, അനുഗ്രഹ്, അതിൻ, ദേവിക. ഓക്കെ. സോ അറ്റൻഡൻസ്. ആകാശ്, അഭിനന്ദ്, absent. Abhinav. Okay, Adarsh, Advait, Ajmal. Okay, Abhinand. Ajmal, Akhil, Anakha, Anjali, Anugrah, Atin, Atul, Devika, Dilna, Masna, Jasna. Okay, Karthik, Kirtana, Sinan, Ijaz, Nafa, Neha, Nitin, Pranav A, Pranav C, Reza, Razana, Riswin, Roshan, okay, Sahla B, Sahla N, Sangeet, Sarang, Sharun, Shraddha, Vishnu, Vaishnavi, Srishma, Anjita, Shirona. Okay, so absent is Ajmal, Riswin, Sahla N, and Vishnu. Okay, so class tomorrow class marked first 2 hours ആണ്. 2 hours maximum നോക്കിയിട്ട് നമുക്ക് എടുക്കാത്തതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുക സാറ്റർഡേൻ്റെ കേസിൽ. ഓക്കെ, താങ്ക് യു. അജ്മൽ ആൻഡ് റിസ്വിൻ ഇല്ലല്ലോ?